സ്നേഹമുള്ളവർ, ജൂബിലി അമല ഹോസ്പിറ്റലുകളിൽ കഴിഞ്ഞ 110 ദിവസമായി നടക്കുന്ന നഴ്സിംഗ് സമരവുമായി ബന്ധപ്പെട്ട് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൊഴിലാളി യൂണിയനുകളുടെ സമ്മർദ്ദം മൂലം അമല ഹോസ്പിറ്റൽ വേതനം വർദ്ധിപ്പിച്ചു കൊടുത്തു, അതുകൊണ്ട് അവിടെ സമരം പിൻവലിച്ചു എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ 1-ാം തീയതി മുതലാണ് അവർ സമരം തുടങ്ങുന്നത്. ഏപ്രിൽ 1-ാം തീയതിക്ക് 2 ആഴ്ച മുൻപ് തന്നെ അവിടുത്തെ ഡയറക്ടർ ജൂലിയസ് അറയ്ക്കൽ CMI അച്ഛൻ അവരെയൊക്കെ വിളിച്ച് അവരുടെ ശമ്പളത്തിൽ കാര്യമായ വർധനവ് വരുത്തി കൊടുത്തു. അതിട്ട് ഏപ്രിൽ 1-ാം തീയതി തൊട്ട് ആ ശമ്പള വർധനവ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമരം ചെയ്യാത്ത എല്ലാവരും ഏപ്രിൽ 1-ാം തീയതി മുതൽ വർദ്ധിപ്പിച്ച സാലറിയാണ് വാങ്ങിക്കൊണ്ടിരിക്കണേ. 110 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്കൊരു വെളിപാടുണ്ടായി. ആ വെളിപാട് ഇതാണ്: ഏപ്രിൽ 1-ാം തീയതിയിലത്തെ ശമ്പളം അമല വളരെയധികം കൂട്ടിയിട്ടുണ്ട്, അത് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. പിന്നെ എന്തിനാണ് ഈ 110 ദിവസം അവർ സമരം ചെയ്തത്? പ്രിയമുള്ളവരെ, അമല ആശുപത്രി ആ ശമ്പളം കൂട്ടിയത് അതിന് മുൻപ് 3-4 വർഷങ്ങൾക്ക് മുൻപ് ജൂബിലി മിഷൻ ആശുപത്രി കൂട്ടിയ ആ ശമ്പളത്തിൻ്റെ അത്രയ്ക്ക് ഇപ്പോഴും അമല ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ളൂ. എന്നിട്ട് വീണ്ടും ജൂബിലി ഹോസ്പിറ്റലിൽ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജനങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഈ ജൂബിലി അമല ഹോസ്പിറ്റലുകൾ 2 മെഡിക്കൽ കോളേജ് ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരന് എന്താണ് മെച്ചം? ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് എന്താണ് മെച്ചം? ഇതാണ് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ 2 സ്ഥാപനങ്ങളിലായി തൃശ്ശൂർ ജില്ലയിൽ ഉള്ള 8000 പേര് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. 1200 നേഴ്സുമാർ ജൂബിലിയിലത്തെ കണക്കാണ്. 500 ഡോക്ടർമാർ, ബാക്കിയുള്ള ക്ലർക്കുമാർ, കൂലിപ്പണിക്കാർ, അടിച്ചുതെളിക്കാർ, അങ്ങനെയുള്ള 8000 തൊഴിലാളികൾ ഈ 2 ആശുപത്രികളിലുമായിട്ട് ജോലി ചെയ്യാണ്. അതിൽ 6000 തൊഴിലാളികൾ ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ഒരു 20-25% മാത്രമാണ് അക്രൈസ്തവരുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള 6000 ക്രൈസ്തവ കുടുംബങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു സ്രോതസ്സാണത്. എന്നിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ക്രൈസ്തവർക്ക് എന്താണ് മെച്ചമെന്ന്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം. രണ്ടാമത്തെ ഉത്തരം: ഇവിടുത്തെ പാവപ്പെട്ടവന് എന്തെങ്കിലും മെച്ചം അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ജൂബിലി മെഡിക്കൽ മിഷൻ കോളേജ് ആശുപത്രിയിൽ 1100ഓളം ബെഡുണ്ട്. ആ ബെഡിൻ്റെ 60% ജനറൽ വാർഡാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ജനറൽ വാർഡായിരിക്കുന്നത്? ജനറൽ വാർഡിൽ ഫീസ് കുറവും പേ വാർഡിൽ ഫീസ് കൂടുതലുമാണ്. എന്നാൽ നിങ്ങൾ വലിയ ആസ്ട്ര ആശുപത്രി, മെഡിസിറ്റി അല്ലെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റൽ, ഇവിടെയൊക്കെ പോയാൽ 1000 മുറികളുണ്ടെങ്കിൽ 100 ജനറൽ വാർഡാണ്. ഒന്നാമത്തേത്, മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ മാൻഡേറ്ററി ആണ് അവിടെ വാർഡ് ഉണ്ടാവണമെന്ന്, സാധാരണക്കാരനെ കൊണ്ടുവന്നാൽ കിടത്താനായിട്ട്. രണ്ടാമതായിട്ട് ജൂബിലി മിഷൻ മെഡിക്കൽ മിഷൻ കോളേജിലും അമല ഹോസ്പിറ്റലിലും അതിൻ്റെ ആരംഭകാലത്ത് തന്നെ ജനറൽ വാർഡുകളാണ് അധികം. ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ അപ്പൻ ഒരു 60 കൊല്ലം മുൻപ്, എനിക്ക് 7-8 വയസ്സുള്ളപ്പോൾ 60 കൊല്ലം മുൻപ് ഇവിടെ ഒരു ഓപ്പറേഷന് വിധേയനാകാണ്. അത് ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പം എൻ്റെ വീടും പോവും, കടയും പോവും, കഞ്ഞി കുടിക്കാനുള്ള മാർഗവും പോവും. ഇവിടെയാണ് വന്ന് ചികിത്സിക്കുന്നത്. അവിടെ വന്ന് ചികിത്സിച്ച് അന്ന് മാത്യു അച്ഛനോട് പറഞ്ഞു, അതായത് എൻ്റെ പീഡിയയിലത്തെ വരുമാനം കൊണ്ട് പറ്റില്ല, എന്നാൽ കുറച്ച് പൈസ കൊടുത്ത് മാത്തുപ്പോ എന്ന് പറഞ്ഞ് എൻ്റെ അപ്പനെ വിട്ടു. അടുത്ത ആഴ്ച എൻ്റെ ചേട്ടൻ ഓപ്പറേഷൻ കൊണ്ടുവന്നു. ആ ഓപ്പറേഷൻ വന്നപ്പോഴും ഇതുപോലെ കുറച്ച് പൈസ അടച്ച് ബാക്കി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെയുള്ള ഈ ലൂർദ് പള്ളി, പുത്തമ്പള്ളി,
ഒല്ലൂരുള്ള ഇന്ന് വലിയ മുതലാളിമാരായിട്ട് കാറിൽ പോണ ആൾക്കാരുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് അതാണ്. അവർ മുതലാളിമാരായപ്പോൾ ഇതിൽ നിന്ന് ഒരു സഹായത്തിൻ്റെ ആവശ്യമില്ലാതായി. പക്ഷെ നിങ്ങൾ തിരിച്ചറിയണം, ഇപ്പോഴും ആയിരക്കണക്കിന് രോഗികൾക്ക് ഡയാലിസിസ് അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പൈസയാണ് പലപ്പോഴും പള്ളികളിൽ നിന്ന് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത് കിട്ടുന്നില്ല. എന്നോടൊരാൾ പറഞ്ഞു, അദ്ദേഹത്തിന് ഓപ്പറേഷന് പോയപ്പോൾ 3 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഡയറക്ടറച്ചും പറഞ്ഞു, ഇത്രയും പൈസ ഈ മെഡിക്കൽ കോളേജിന് നിങ്ങൾക്ക് ഡൊണേഷനായിട്ട് തരാൻ പറ്റില്ല എന്ന്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, 3 ലക്ഷം രൂപയാണ് ആളുടെ ഓപ്പറേഷന് വരും, അത് കൊടുക്കാനായി പറയണേ. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, 17.5 കോടി രൂപ ഇവിടെ ദാനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. പ്രിയമുള്ളവരെ, ഇങ്ങനെ ചോദിച്ചാൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും ഈ ദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വാർഡിൽ കിടക്കുന്ന ആളുകൾക്ക് 5000, 8000, 10000 അങ്ങനെയാണ് കൊടുക്കണേ. 1 ലക്ഷം ആളാണ്, 5-6 ലക്ഷം ആളാണ് അവിടെ വന്നു പോകുന്നത്. അപ്പോൾ ഏറ്റവും ദരിദ്രന് മാത്രമേ അവിടെ സഹായം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ് ഈ സഹായം ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പം വാർഡിലെ ജനറൽ വാർഡിലെ ബെഡ് കൂടിയത് കൊണ്ട് ആശുപത്രിക്ക് വരുമാനം കൂടില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ആശുപത്രിക്ക് വരുമാനം കൂടണമെങ്കിൽ പേ വാർഡ് വേണം. ജനറൽ വാർഡിലും പേ വാർഡിലും ഓപ്പറേഷന്, പ്രസവത്തിന്, എല്ലാറ്റിനും ചാർജ് വളരെ വ്യത്യാസമാണ്. അപ്പോൾ ഈ കാര്യങ്ങളും മനസ്സിലാക്കാതെ ബെഡിൻ്റെ എണ്ണം കൂടി അതുകൊണ്ട് ശമ്പളം കൂട്ടണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ മൂന്നാമത് ചിലർ പറയുന്നത് നഴ്സുമാർ രാത്രിയും പകലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. പ്രിയമുള്ളവരെ, പച്ച കള്ളമാണ്. ഒരു നഴ്സിനെ ഒരു മാസത്തിൽ 3 ആഴ്ച കാലത്ത് 7:30 പോയി കഴിഞ്ഞാൽ 1:30 മണിയാകുമ്പോൾ 3 ആഴ്ച അവളുടെ വർക്ക് കഴിഞ്ഞു. അവളായാലും അവനായാലും ഒരാഴ്ച മാത്രം. അപ്പോൾ 6 മണിക്കൂർ വെച്ചിട്ടാണ് അവർക്ക് ഒരു ദിവസത്തിൽ ജോലി ചെയ്യേണ്ടത്. അപ്പോൾ 8 മണിക്കൂർ എന്നുള്ളത് പിന്നെ എങ്ങനെയാണ് അവർ കോമ്പൻസേറ്റ് ചെയ്യുന്നത്? ഒരാഴ്ച നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അതിൽ രാത്രി 7:30 തൊട്ട് പകൽ 7:30 വരെ 12 മണിക്കൂർ എടുക്കും. അപ്പോൾ അതിൽ കുറച്ച് നേരം അവർക്ക് വിശ്രമിക്കാൻ കിട്ടും. അപ്പോൾ ഈ രാത്രി ഈ പണിയെടുക്കണം. ഇതൊക്കെ പഴയ കാലത്തെ കാര്യങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ ആളുകൾ രാത്രി പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ രാത്രി വർക്ക് ചെയ്യണില്ലേ? ഡ്രൈവർമാർ രാത്രി വർക്ക് ചെയ്യണില്ലേ? നിങ്ങൾ റോട്ടിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കി, 10,000 ഡ്രൈവർമാരാണ് രാത്രി ജോലി ചെയ്തുകൊണ്ടിരിക്കണേ. നമുക്ക് കറണ്ട് കിട്ടുന്ന ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരെന്താ ചെയ്യണത്? അപ്പോൾ പോലീസ്, പട്ടാളം ഇവരൊക്കെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ ഫാക്ടറികളിലും നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇവർക്ക് സ്പെഷ്യലായിട്ട് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, ബാക്കിയുള്ളവർക്ക് ഒന്നുമില്ല എന്നാണ് പറയുക. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ട്രേഡ് യൂണിയനുകൾ സമരം ചെയ്താൽ ശമ്പളത്തിൽ വർധനവുണ്ടാക്കാൻ പറ്റുമോ? ചിലർ പറയണ്ടേ, ആ പിതാവിന് കുറച്ചങ്ങോട്ട് കൂട്ടി കൊടുത്താൽ പോരെ, എന്നിട്ട് ആ പൈസയൊക്കെ ഫീസിൽ ചേർത്താൽ പോരെ. പ്രിയമുള്ളവരെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന എനിക്ക് ഈ നഴ്സുമാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കണ്ടെന്ന് പറയുന്ന ആളല്ല ഞാൻ. അതിൻ്റെ ഫീസിബിലിറ്റിയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഈ പ്രഭാഷണത്തെ നിങ്ങൾ മാനദണ്ഡമാക്കി എടുത്തുകൊണ്ട് അവിടുത്തെ ശമ്പളം കൂടണോ കുറയണോ എന്ന് തീരുമാനിക്കേണ്ട. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നു എന്ന് മാത്രം. 18-ാമത്തെ വയസ്സിൽ BA-ക്ക് ചേർന്നിട്ട് BA എക്കണോമിക്സിൻ്റെ ആദ്യത്തെ പുസ്തകം വായിക്കുമ്പോൾ അതിലൊരു ചോദ്യമുണ്ട്, ക്യാൻ ട്രേഡ് യൂണിയൻസ് റൈസ് വേജസ് എന്നതാണ് ചോദ്യം. അപ്പോൾ അതിന് മറുപടി പറയുന്നുണ്ട് അതിൽ കൃത്യമായിട്ട്, തൊഴിലാളികൾക്ക് അവരുടെ ഉൽപ്പാദനക്ഷമതയേക്കാൾ കുറഞ്ഞ വേതനമാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഉൽപ്പാദനക്ഷമതയുടെ അത്രയ്ക്ക് വേതനം കൂട്ടാനായിട്ട് ട്രേഡ് യൂണിയനുകൾക്ക് പറ്റും. അപ്പോൾ UN സമരം ചെയ്തിട്ട് ഏതെങ്കിലും ആശുപത്രികളിൽ സമരം അവരുടെ വേജ് കൂട്ടിയിട്ടുണ്ടോ? കൂട്ടിയിട്ടുണ്ട്. ഏത് ആശുപത്രികളിൽ? 5000, 10000, 12000 കൊടുക്കുന്ന ആശുപത്രിയിൽ അവർ 10,000-ൽ നിന്ന് 14,000, 15,000, 20,000 ഒക്കെ ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ അവർ പറയണത് ആൾറെഡി ഒരു ക്ലൈമാക്സിൽ എത്തി നിൽക്കുകയും ഇനി ഒരു റിവിഷന് ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്ന ആശുപത്രിയിൽ ഇവർ വന്നിട്ട് പറയാണ് ഇനി ഇതിലും കൂടുതൽ ശമ്പളം തരണമെന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് പഠിച്ച പാഠപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്, ഒരു ബ്രിമ്മുണ്ട് അവരുടെ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട്, അതിനേക്കാൾ മേലെ ശമ്പളം കൊടുക്കാൻ
ട്രേഡ് യൂണിയൻസ് സമരം ചെയ്താൽ സാധ്യമല്ല. പക്ഷേ ഗുണ്ടായുസം കാണിച്ചാൽ ശമ്പളം കൂട്ടാൻ പറ്റും. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഫീസ് വർദ്ധിപ്പിച്ചാൽ പോരെയെന്ന്. പ്രിയമുള്ളവരെ, ഇവരുടെ ശമ്പളത്തിൽ വർധനവ് എന്തുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്? 2 കാരണമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ 25 രൂപയ്ക്കാണ് അരി വാങ്ങുന്നതെന്ന് കരുതുക. ഒരു 100 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് 4 കിലോ അരി കിട്ടും. അരിയുടെ വില 25-ൽ നിന്ന് 50 ആയാൽ 100 രൂപ നിങ്ങളുടെ കയ്യിലുള്ളതിൻ്റെ മൂല്യം 50 കുറയാണ്. അപ്പം നേഴ്സുമാർക്കല്ല, എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും അവരുടെ വേതനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെ തള്ളിവിടുന്നത് ഒന്നാമതായിട്ട് വിലക്കയറ്റാണ്. ആ വിലക്കയറ്റം കാരണം കിട്ടിയ ശമ്പളം കൊണ്ട് ഒന്നിനും തികയാതെ വരുന്നു. 10 രൂപയുടെ താറാമുട്ട 15 രൂപ, കോഴിമുട്ട 5 രൂപയുടെ 7.5 രൂപ, പെട്രോള് 100 രൂപയുടെ 115 രൂപ, ഡീസൽ 95 രൂപയുടെ 105 രൂപ, മസാല ദോശ 60 രൂപയുടെ 100 രൂപ, ദോശ 20 രൂപയുടെ 40 രൂപ, ചായ 10 രൂപയുടെ 15 രൂപ, പരിപ്പ് വട 10 രൂപയുടെ 15 രൂപ, ഒക്കെ 50% വില വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ പിടിപ്പുകേട് കൊണ്ട് വില വർധനവുണ്ടാകുമ്പോഴാണ് ഇവരുടെ വേജിന് മൂല്യമില്ലാത്തത്. 2, ഇവിടെ തൊഴിലവസരങ്ങളില്ലേ? അപ്പോൾ ഇഷ്ടം പോലെ തൊഴിലാളികൾ വന്നിട്ട് ജൂബിലിയുടെയും അമലയുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും മുന്നിൽ നിന്നിട്ട് ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ, തൊഴിലവസരം ഇല്ലാണ്ട് ക്യൂ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ വേജ് കുറഞ്ഞു നിൽക്കും. അപ്പോൾ ഈ തൊഴിലില്ലായ്മയുടെ കാരണക്കാരൻ ആരാണ്? അവരാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ചവിട്ടി അമർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സമരം ചെയ്തു, വേതനം കൂട്ടി, ഫീസ് കൂട്ടിയാൽ എന്തുണ്ടാവും? ജനങ്ങളുടെ റീപേയിങ് കപ്പാസിറ്റി വർദ്ധിച്ചാൽ മാത്രമേ ഫീസ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ താഴെ കടയിലുള്ള ആളുകളൊക്കെ ഈ ചികിത്സയുടെ നെറ്റ്വർക്കിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. പാവപ്പെട്ടവന് ചികിത്സിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഈ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും ട്രേഡ് യൂണിയൻസ് തകർത്തു കൊടുത്തത്. അതുകൊണ്ടാണ് ഒരു 100 വർഷം മുൻപ് എക്കണോമിക്സിൽ എഴുതി വെച്ചത്, ഉൽപ്പാദനക്ഷമതയേക്കാൾ കൂടുതലാണ് തൊഴിലാളി യൂണിയനുകൾ സമരം ചെയ്തിട്ട് ശമ്പളം കൂട്ടുന്നതെങ്കിൽ ആ സ്ഥാപനം തകർന്നു പോകും. കാരണം അതിനനുസരിച്ച് വില കൂട്ടുമ്പോൾ ആ വില നൽകാൻ പറ്റാത്തതിനാൽ അതിലെ സേവനങ്ങൾ വാങ്ങാൻ ആളില്ലാതെ അത് പൊളിഞ്ഞു പോകും. അങ്ങനെയാണ് കേരളത്തിലെ നെൽകൃഷി പാടെ തകർന്നു പോയത്, തെങ്ങ് കൃഷി പാടെ തകർന്നു പോയത്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ മുമ്പിലുണ്ടായിട്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമരം ചെയ്തുകൊണ്ടാണ് ഇവിടെ വേതനം കൂട്ടുന്നതെന്ന്. പ്രിയമുള്ളവരെ, ഇപ്പോഴും ജൂബിലി മെഡിക്കൽ മിഷൻ കോളേജിൻ്റെ അധികൃതർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിയമപരമായി എല്ലാ ആശുപത്രികൾക്കും ബാധകമായ ഒരു വേജ് സ്ട്രക്ചർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് നേഴ്സുമാർക്ക് മാത്രമല്ല, ആ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന തൂപ്പുകാർ മാലാകന്മാരല്ലേ? അതുപോലെ കുറേ ആളുകളുണ്ട്, ഇലക്ട്രിക് വർക്ക് ചെയ്യുന്നവൻ മാലാഖിയല്ലേ, അവിടെ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്നവൻ മാലാഖിയല്ലേ? അപ്പോൾ പ്രിയമുള്ളവരെ, ഇവരൊക്കെ അംഗീകരിക്കാവുന്ന വിധത്തിൽ ഒരു വേജ് സ്ട്രക്ചർ കൊണ്ടുവരികയാണെങ്കിൽ അത് ഏറ്റവും ആദ്യം നടപ്പിലാക്കുക ജൂബിലിയാണെന്ന് പ്രഖ്യാപിച്ചിട്ട് പോലും സമരത്തിൽ നിന്ന് താൽക്കാലികമായിട്ട് പിന്മാറാനായിട്ട് ഇവിടുത്തെ ജീവനക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇതിനെതിരെ സൈബർ ഗുണ്ടകൾ, മറുനാടൻ മലയാളിയും ഷൈജു ആൻ്റണിയും പോലെയുള്ള ഗുണ്ടകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആൻഡ്രൂസ് പിതാവിനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ എന്താണ് സാമ്പത്തിക ശാസ്ത്രം, എന്താണ് സാധ്യതകൾ, എങ്ങനെയാണ് സമവായം എന്നതിൻ്റെ ലീഗലായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വഴികൾ തേടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല, ഈ ഒറ്റതിരിഞ്ഞ് ആൻഡ്രൂസ് പിതാവിനെയും വൈദികരെയും രൂപതയെയും ആക്രമിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്രൈസ്തവരുടെ സൽപ്പേരിനെ തകർക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതിന് ഞങ്ങൾ അനുവദിച്ച് തരില്ല എന്ന് പറയാനാണ് ഈ 12-ാം തീയതി ഞായറാഴ്ച ഞങ്ങളുടെ ടൗൺ ഹാളിൽ ഒത്തുകൂടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ബലപ്രയോഗം കൊണ്ട് ഒരു പരിധിവരെ സാധിക്കുള്ളൂ, അതിനപ്പുറത്ത് ഞങ്ങൾ അനുവദിച്ച് തരില്ല എന്ന് പറയാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. താങ്ക് യു.